കരിമ്പനകളുടെ നാടായ പാലക്കാട്ടെ തൃക്കന്നൂരാണ് പശ്ചാത്തലം. സന്ധ്യാസമയമായാൽ ഉഗ്രരൂപിണിയായ യക്ഷി പനമുകളിൽ നിന്ന് താഴെ ഇറങ്ങും എന്നുള്ളതായിരുന്നു ഐതിഹ്യം. അതിനാൽ തന്നെ ആരും സന്ധ്യാസമയം കഴിഞ്ഞാൽ അതുവഴി പോകാറില്ലായിരുന്നു. ഇത്തരം തളം കെട്ടിക്കിടക്കുന്ന ഓർമ്മകളിൽ വളർന്നവരാണ് അവിടുത്തെ ഭൂരിഭാഗം പേരും. മനു എന്നായിരുന്നു നമ്മുടെ കഥാനായകന്റെ പേര്. പട്ടണത്തിലെ പഠിത്തം കഴിഞ്ഞ് വീടെത്തിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. വീട്ടിലെ ഒരു മുഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനിറങ്ങി. ഇറങ്ങാൻ നേരം അമ്മ പിറകെ പറയുന്നുണ്ടായിരുന്നു, മോനെ, ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ചെത്തണേ. കേട്ടു എന്ന് ഭാവിച്ച് അവൻ യാത്ര തിരിച്ചു. നേരെ പോയത് നാട്ടിലെ അവന്റെ ഉറ്റ കൂട്ടുകാരന്റെ അടുത്തേക്ക്. അവിടുന്ന് അവനെയും കൂട്ടി അവന്റെ സൈക്കിളിൽ ഊരു ചുറ്റാനിറങ്ങി. പുഴയും അരുവിയും പീടികയും എല്ലാം കണ്ടു. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് സന്ധ്യയോടടുത്തപ്പോൾ കൂട്ടുകാരന്റെ വീട്ടിലെത്തി. നേരം ഇരുട്ടിയിരുന്നു. എങ്ങും കൂരിരുട്ട് മാത്രം. നീ പോകണ്ട, നേരം ഇരുട്ടി, ഇനി നാളെ പോകാം, കൂട്ടുകാരൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു. ഇല്ലടാ, അമ്മ വീട്ടിലൊറ്റയ്ക്കാ, ഞാൻ ഇറങ്ങുന്നു. മനു ഇറങ്ങാൻ തുടങ്ങി. യക്ഷി ഇറങ്ങുന്ന നേരമാ, ഞാനൊരു തീപ്പന്തം കത്തിച്ചു തരാം, അതും കൊണ്ട് പോ, അതാകുമ്പോ യക്ഷി വരില്ല. ഇതും പറഞ്ഞ് കൂട്ടുകാരൻ ഒരു പന്തം കത്തിച്ച് മനുവിന്റെ കയ്യിൽ കൊടുത്തു. പട്ടണത്തിൽ പഠിച്ച പരിഷ്കാരി ആയതുകൊണ്ടാകും എല്ലാത്തിനെയും പുച്ഛിക്കാൻ മാത്രമായിരുന്നു മനുവിന് താല്പര്യം. എന്നിരുന്നാലും മനു യാത്ര തുടങ്ങി. അങ്ങനെ പാട്ടൊക്കെ പാടി ലാവിഷായി മനു നടന്നെത്തിയത് കരിമ്പനത്തോട്ടത്തിലെ വഴിയിലായിരുന്നു. എങ്ങും ശ്മശാന മൂകത. ആകെ കേൾക്കാവുന്നത് തൻ്റെ കാൽപെരുമാറ്റം മാത്രമായിരുന്നു. ഒരൽപ്പം ഭയം മനസ്സിൽ കൂടിയോ എന്നൊരു സംശയം മനുവിന് തോന്നി. പൂർണ്ണചന്ദ്രന്റെ വെളിച്ചം അരുവിയിലെ വെള്ളത്തിൽ തട്ടി നന്നേ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ വഴിയിൽ ആരെങ്കിലും നിന്നാൽ ദൂരെ നിന്ന് തന്നെ നന്നായി കാണാം. ആ ഒരു ധൈര്യത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് നടന്നു. കാൽപെരുമാറ്റത്തിനൊപ്പം മറ്റാരോ നടക്കുന്നത് പോലെ മനുവിന് തോന്നി. പാദസ്വരത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. സൈഡിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ ഒപ്പം മറ്റൊരു നിഴൽ മനു കണ്ടു. വെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരും തൻ്റെ അടുത്തില്ലായിരുന്നു. പക്ഷേ അങ്ങൽപ്പം ദൂരെ മാറി നല്ലോണം പുക ഉയരുന്നത് മനു കണ്ടു. അങ്ങോട്ടേക്കോടി. ദൈവമേ, കോട ആയിരിക്കണേ, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മനു നീങ്ങി. അധികം അടുത്തേക്ക് പോകാനായില്ല. അതിനു മുന്നേ അത് കണ്ടു. പണ്ട് അമ്മ പറയുന്ന കഥകളിൽ നിറഞ്ഞു നിന്നിരുന്ന തൃക്കന്നൂരിലെ യക്ഷി. അതെ, അതവൾ തന്നെയായിരുന്നു. പനങ്കുല പോലത്തെ മുടി, പട്ടുപോലെ തിളങ്ങുന്ന ശരീരം. നിലാവ് വെള്ളത്തിൽ വീണിട്ടുള്ള പ്രതിഫലനം കൊണ്ട് ആണോന്നറിയില്ല, വളരെ സുന്ദരിയായിരുന്നു അവൾ. പട്ടണത്തിൽ ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സുന്ദരിയായ ഒന്നിനെ ഇത് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. മനു ചിന്തിക്കാൻ തുടങ്ങി. ആണൊരുത്തനെ വശീകരിക്കാൻ വേണ്ട എല്ലാ ഭാവങ്ങളും ഒത്തുചേർന്ന ഒരു പെണ്ണ്. കാഴ്ചയുടെ മായാലോകത്തു നിന്ന് ഭയത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനു പെട്ടെന്ന് വഴുത്തി വീണു. ഇനിയിപ്പോ പെട്ടെന്ന് എൻ്റെ അടുത്ത് വരും, വേഷം മാറും, രൗദ്രഭാവം കൈവരിക്കും, എന്നിട്ട് എന്നെ കൊല്ലും. മനസ്സിൽ ഇത്തരത്തിൽ പല ചിന്തകളും കടന്നുപോയി. അധികം നേരം അവന് അങ്ങനെ ആലോചിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാരണം ആ സ്ത്രീരൂപം അവനെ ലക്ഷ്യമാക്കി അടുത്തുകൊണ്ടേയിരുന്നു. മരണം മുന്നിൽ കണ്ട മനുവിന് പെട്ടെന്ന് ബോധം പോയി. അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലെത്തിയപ്പോൾ മുഖത്താരോ ടോർച്ചടിക്കുന്നത് പോലെ തോന്നി. പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മാനത്തൊതിച്ചു നിന്ന ചന്ദ്രന്റെ വെളിച്ചമായിരുന്നു എന്ന്. മനു പതിയെ എഴുന്നേറ്റു. പുഴക്കരവിൽ ഒരു പെൺകുട്ടിയിരിക്കുന്നു. അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് അവൻ ആ സത്യം മനസ്സിലാക്കി. അതെ, അത് അവൾ തന്നെ, യക്ഷി. എന്തിനാ അവൾ എനിക്ക് കാവലിരിക്കുന്നത്? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? അങ്ങനെ അനേകം ചോദ്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് മനുവിന്റെ മനസ്സിൽ മിന്നിമാഞ്ഞു. ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് അവൻ അവളുടെ അടുക്കലേക്ക് നീങ്ങി. ഇടറിയ ശബ്ദത്തിൽ അവൻ ചോദിച്ചു, നീ ആരാ? മറുപടിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെയും ചോദിച്ചു. ചോദിച്ചത് കേട്ടില്ലേ, ആരാന്ന്?
ഞാനൊരു പെണ്ണ്. ഒരു നിമിഷം ഞെട്ടിത്തിരിച്ച് അവൻ നിന്നു. കാരണം പൂർവികൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അലറുന്ന ശബ്ദവുമായി കൊല്ലാൻ നിൽക്കുന്നവരാണ് യക്ഷിയെന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. നല്ല മൃദുവായ ശബ്ദം, ആരെയും കൊതിപ്പിക്കുന്ന രൂപം. കാണുമ്പോൾ തന്നെ കൂട്ടുകൂടാൻ കൊതിയാവുന്നു. അവൻ ഒരു ആത്മകഥം പറഞ്ഞു. ആത്മകഥത്തിനുള്ള മറുപടി എന്നോണം, കൊതിയാവുന്നെങ്കിൽ വന്ന് കൂട്ടുകൂടിക്കോളൂ. ഈശ്വര, എന്റെ ആത്മകഥ ഉച്ചത്തിലായി പോയോ? നീ യക്ഷിയല്ലേ? എന്നെ കൊല്ലാനല്ലേ ഈ മായാരൂപം? കൊല്ലാനോ? ഞാൻ ആരെയും കൊല്ലുന്നത് മനു കണ്ടിട്ടുണ്ടോ? എന്റെ പേരെങ്ങനെ അറിയാൻ നിനക്ക്? അതൊക്കെ അറിയാം. നീ മനു ഇവിടെ വന്നിരിക്കൂ, നമുക്ക് എന്തേലും കാര്യമൊക്കെ പറഞ്ഞിരിക്കാം. ഓ വേണ്ട, കാര്യം പറഞ്ഞു പറഞ്ഞ് എന്നെ അങ്ങ് കൊല്ലാനല്ലേ നിനക്ക്? പെണ്ണിന്റെ ഭാവം മാറാൻ തുടങ്ങി. ചെക്ക, മര്യാദക്ക് സംസാരിച്ചില്ലേ എനിക്ക് ദേഷ്യം വരുവേ. ഭാവമാറ്റം കണ്ട് ഭയന്ന് മനു ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാനിനി ഒന്നും പറയില്ലേ. നല്ല കുട്ടി, വന്ന് ഇവിടെ ഇരിക്കേ. നല്ല അനുസരണയുള്ള പാവം കുട്ടിയെ പോലെ അവളുടെ അടുത്ത് അവൻ വന്നിരുന്നു. വിദൂരതയിലേക്ക് അവൾ അങ്ങനെ നോക്കി ചെറിയൊരു ചിരിയോടുകൂടി ഇരുന്നു. അവൾ പല്ലുകൾ കാണിച്ചുകൊണ്ട് അസുരൊരു ചിരി പാസാക്കി. അയ്യോ, ദേ പ്രേതപ്പല്ല്. എന്റെ ചൊരു കുടിക്കാൻ പോകാണോ? മനു ഇതുവരെ ഇങ്ങനത്തെ പല്ല് കണ്ടിട്ടില്ലേ? യക്ഷികൾക്കല്ലാതെ മറ്റാർക്കും? ഞാൻ കണ്ടിട്ടില്ല. എന്നാ ശരി, ഒരു നാൾ നീ അത് മനസ്സിലാക്കും. എന്തായാലും ഇപ്പൊ പേടിക്കണ്ട. അവിടെയുടെയും തൊടാതെ അവൾ പറഞ്ഞു നിർത്തി. ശരിക്കും ഇയാൾ യക്ഷിയല്ലേ? ആണല്ലോ. അയ്യോ, എന്നിട്ടെന്താ പറക്കാത്തേ? യക്ഷികള് പറക്കുമെന്ന് ആരാ പറഞ്ഞേ? ഞാൻ TV കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെന്താ സൂപ്പർമാൻ വല്ലതുമാണോ? എടാ മനു, ശരിക്കും ഞങ്ങൾക്ക് പറക്കാനുള്ള കഴിവൊന്നുമില്ല. ഞങ്ങള് നടന്നാ പോകുന്നേ. ദേ ഇത് കണ്ടോ, ഞങ്ങൾക്ക് കാലുകളുണ്ട്. ഇതും പറഞ്ഞ് അവൾ പാവാട അല്പം ഉയർത്തി പാദങ്ങൾ കാണിച്ചു കൊടുത്തു. നിലാവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വെള്ളി പാദസരമുണ്ടായിരുന്നു അവൾക്ക്. അതും പറഞ്ഞ് എല്ലാ പല്ലും കാണക്കത്തക്ക രീതിയിൽ ഒന്ന് ചിരിച്ചു. ദേ നോക്കിക്കേ, എനിക്ക് പ്രേതപ്പല്ലുണ്ടോ എന്ന്. ഇല്ലല്ലോ. ഇനിയെങ്കിലും ഒന്ന് പേടിക്കാതിരിക്കും മനു. എനിക്കൊന്ന് കൂട്ടുകൂടാൻ ആരുമില്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു. ഈ നാട്ടിലെ എല്ലാരും സന്ധ്യയായി പിന്നെ പുറത്തിറങ്ങില്ല. നിങ്ങക്ക് കൂട്ടുകൂടാൻ അവിടെ അങ്ങ് പരലോകത്തെ പ്രേതങ്ങളൊന്നും ഇല്ലേ? ചോദ്യം കേട്ടപ്പോ ഒരു മുഴുത്ത് തമാശ കേട്ടതുപോലെ ഒന്ന് ആർത്ത് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ ചിരി കണ്ടപ്പോ അവനും ഒന്ന് അറിയാതെ ചിരിക്കാൻ തുടങ്ങി. അവൾ അവനോട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവന്റെ വാ തോരാതെയുള്ള സംസാരം കേട്ട് അവൾ അങ്ങനെ ലയിച്ചിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. രാത്രിയുടെ 3-ാം യാമത്തിൽ കുറുക്കന്മാർ ഓരിയിടാൻ തുടങ്ങിയപ്പോൾ അവളെ അവനെന്തോ അസാധാരണത കണ്ടു. എന്തു പറ്റി? അവളുടെ മുഖത്തെ ആ പ്രസരിപ്പ് അങ്ങ് മാഞ്ഞു. മനുവിന്റെ നെറ്റിയെ കൈവച്ച് അവളൊന്ന് മന്ദഹസിച്ചു. ഒരു ദീർഘനിദ്രയിൽ എന്ന പോലെ അവൾ അവനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോയി. മനു, മനു! അമ്മയുടെ വിളി കേട്ടാണ് അവൻ എണീറ്റത്. ഞാനിത് എവിടെയാണ്? എന്നെ ആരാണ് ഇവിടെ കൊണ്ടു കിടത്തിയേ? നിനക്കെന്താ ബോധമില്ലേ? അമ്മ ചോദിച്ചു. അവളെ കണ്ടതും കൂട്ടുകൂടിയതും എല്ലാം പറഞ്ഞാൽ ഒന്നുകിൽ അമ്മ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ എന്തേലും കണ്ടു ഭയന്നു എന്ന് പറയും. എന്തായാലും തൽക്കാലം ഒന്നും പറയണ്ട. അമ്മയ്ക്കെല്ലാം ഓർമ്മ ഉണ്ടോന്നറിയാൻ ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ. എന്തൊക്കെയോ പറഞ്ഞ് അവൻ അവിടുന്ന് തടിതപ്പി. മുറ്റത്തൂടെ തേരാപ്പാര നടന്നുകൊണ്ട് അവൻ ഓർമ്മകൾ നെയ്തെടുക്കാൻ ശ്രമിച്ചു. അവന്റെ വീട്ടിൽ നിന്നിറങ്ങി. കരിമ്പന തോട്ടത്തിൽ വെച്ച് അവളെ കണ്ടു, സംസാരിച്ചു. കുറുക്കന്മാരോരിയിട്ടു. പിന്നെ എത്ര ഓർത്തിട്ടും ബാക്കി അവന് അങ്ങ് കിട്ടിയില്ല. എന്നാലും രാത്രി എപ്പോഴാ ഞാനിവിടെ എത്തിയതെന്നെങ്കിലും ഒന്നറിഞ്ഞെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്ന് സെറ്റാക്കായിരുന്നു. അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മേ, ദാ നീ ഇങ്ങ് വന്നോ? ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നിന്റെ ഹോസ്റ്റലല്ല, എൻ്റെ വീടാണ്. കുളി കഴിഞ്ഞാലേ ലൈറ്റ് ഓഫ് ആക്കണം. എന്നറിയാമോ നിനക്ക്? 40 വാട്ടിന്റെ ബൾബാണിത്. വീയ വരുമ്പോഴറിയാമിനി. അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനതിനിപ്പോ കുളിച്ചില്ലല്ലോ, പിന്നെ എങ്ങനാ? അത് ഇന്നലെ വൈകിട്ട് അമ്മ കുളിച്ച് വിട്ടതാകും. ഇതും പറഞ്ഞ് അവിടേക്ക് താൻ എന്തിനാണ് വന്നതെന്ന് പോലും മറന്ന് അവൻ തിരിഞ്ഞു നടന്നു.
അപ്പോഴാണ് അമ്മ അത് പറഞ്ഞത്. ഇന്നലെ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞ് എന്റെ പൊന്നുമോൻ വന്ന് കുളിച്ചത് മറന്നുപോയോ? ഞാൻ കുളിച്ചതിന് ശേഷമാ നീ വന്നത്. ഒരു നിമിഷം അവൻ സ്തംഭിച്ചു നിന്നുപോയി. നാട്ടിൽ വന്നതിൽ പിന്നെ ഒരു മുഴുനീള ട്വിസ്റ്റ് പടം പോലെയാണല്ലോ ദേവിയേ എന്റെ ജീവിതം, അവൻ ആത്മകഥം പോലെ പറഞ്ഞു. അമ്മയോട് നൈസായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ അവൻ തീരുമാനിച്ചു. അമ്മേ, സോറി, ഞാനറിയാതെ. ഒരുപാട് കറണ്ട് പോയി കാണുമല്ലേ? എന്നാലും ഏകദേശം എത്ര മണിക്കൂർ ആ ബൾബ് കത്തിക്കണമെന്ന് കാണും എന്ന് മനു ചോദിച്ചു. നീ വൈകിട്ട് ഒരു 5:30 ആയപ്പോഴല്ലേ എത്തിയേ? ഇപ്പൊ രാവിലെ 9:30, 16 മണിക്കൂറായി. അമ്മയുടെ മറുപടി മനുവിനെ ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോഴും മനുവിന്റെ ചിന്ത ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളിലായിരുന്നു. തൊടിയിൽ പോയിരുന്ന് ഓരോന്നായി അവൻ മനസ്സിരുത്തി ആലോചിച്ചു. കറങ്ങാൻ പോയി, പന്തം വാങ്ങി, അവളെ കണ്ടു. എന്നിട്ട് ആ പന്തം എവിടെ? അവൻ വീട്ടിലേക്ക് ഓടി. മുറിയിലും മുറ്റത്തും എല്ലാം നോക്കി. എവിടെയും കണ്ടുകിട്ടിയില്ല. ഒരുപക്ഷേ കരിമ്പനത്തോട്ടത്തിലുണ്ടാവും. അവിടെ മൊത്തം നോക്കിയെങ്കിലും ഒന്നും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ അവൻ ഒരു കാര്യം ഓർത്തു. പന്തം തന്നത് അവനല്ലേ? അവനോട് തന്നെ പോയി ചോദിക്കാം. എടാ, നീ ഇന്നലെ തന്നതുപോലെ ഒരു പന്തമുണ്ടാക്കി തന്നേ വേഗം. പന്തോ? ഞാനോ? നിനക്കെന്താടാ വട്ടായോ? ഇല്ലണിയാ, എന്നോട് ആരോ പറഞ്ഞു, അതാ ചോദിച്ചേ. നീ ഒന്ന് പോയേ, എനിക്ക് പോകാൻ സമയമായി. അവിടെ നിന്നിറങ്ങിയ മനു നേരെ വീട്ടിൽ പോയി മുറി അടച്ചിരുന്നു. അന്നവൻ ആരോടൊന്നും മിണ്ടിയില്ല. തനിക്ക് എന്താ സംഭവിച്ചതെന്ന് അവൻ ആരോടും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നി. സമയം കടന്നു പോയത് അവൻ അറിഞ്ഞില്ല. മുറിയിൽ ഇരുട്ട് വീണപ്പോഴാണ് അവനത് മനസ്സിലാക്കിയത്. സന്ധ്യയായിരിക്കുന്നു. അവൻ മനസ്സിലുറപ്പിച്ചു, ഇന്ന് എന്തായാലും പോണം. എന്താ എനിക്ക് പറ്റിയതെന്ന് കണ്ടുപിടിക്കണം. അവൻ കാത്തിരുന്നു. അമ്മ കഴിച്ചു കിടന്നതും അവൻ ഫോണും കൊണ്ട് ഇറങ്ങി. ഫോൺ ഫ്ലാഷിന്റെ സഹായത്താൽ ആ ഇരുട്ടിൽ അവൻ ഇന്നലത്തെ അതേ സ്ഥലത്തെത്തി. പക്ഷേ അവിടെ ആരെയും അവൻ കണ്ടില്ല. കഴിഞ്ഞതെല്ലാം മിഥ്യയോ അതോ സത്യമോ എന്നറിയാനുള്ള വ്യഗ്രതയിലായിരുന്നു മനു. പോകുന്ന വഴിയുടനീളം നായ്ക്കർ ഓരിയിടുന്നുണ്ടായിരുന്നു. ചീവീടുകൾ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവനൊരു ശല്യമായില്ല. കീ കൊടുത്ത പാവയെ പോലെ അവൻ ചലിച്ചുകൊണ്ടിരുന്നു. അത് കരിമരത്തോട്ടത്തിലാണ് ചെന്ന് നിന്നത്. അവിടെയെങ്ങും ഒന്നുമില്ലെന്നും എല്ലാം താൻ ചിന്തിച്ചു കൂട്ടിയതാണെന്നും ഉറപ്പിച്ച് പിന്തിരിഞ്ഞു നടന്നപ്പോഴാണ് അവനത് കണ്ടത്. തൻ്റെ പുറകിൽ അല്പം ദൂരെ മാറി അതാ അവൾ നിൽക്കുന്നു. കണ്ട മാത്രമേ ഒന്ന് പേടിച്ചെങ്കിലും ഇത് നമ്മുടെ സ്വന്തം യക്ഷിയാണല്ലോ എന്ന ബോധം കൈവരിച്ചു. അവൻ അവളിലേക്ക് നീങ്ങി. അവൻ അടുത്തേക്ക് ചെല്ലുന്നതിനനുസരിച്ച് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നടന്ന് നടന്ന് അവളൊരു പുഴവക്കിൽ ചെന്നിരുന്നു. അപ്പൊ ശരിക്കും നമ്മൾ ഇന്നലെ കണ്ടല്ലേ? ഞാൻ കരുതി സ്വപ്നമാണെന്ന്. മനു, അത് ശരിക്കും ഒരു സ്വപ്നമായിരുന്നു. ഞാൻ സ്വപ്നത്തിലാ നിന്നെ പരിചയപ്പെട്ടെ. ഓ, ഒരുപക്ഷെ നിങ്ങൾ പ്രേതങ്ങൾക്ക് ഇതൊക്കെ പറ്റുമായിരിക്കും അല്ലേ? അതെ മനു, ഞങ്ങൾക്ക് കഴിയാത്തതായി ഒന്നുമില്ല. എന്താ ഇന്നൊരു ഗൗരവം? ഇന്നലെ ഭയങ്കര തമാശയായിരുന്നല്ലോ. ഏയ്, ഒന്നുമില്ല. ഇതിന്റെ പേരെന്താ? ഞാൻ ഇന്നലെ ചോദിക്കാൻ വിട്ടുപോയി. മാളവിക. എല്ലാരും എന്നെ മാളൂന്ന് വിളിക്കും. നല്ല അടുപ്പമുള്ളവർ മാളൂട്ടീന്ന് വിളിക്കും. അപ്പൊ ഞാൻ മാളൂട്ടീന്ന് വിളിച്ചോട്ടെ? താൻ ഒരു യക്ഷിയാണെന്നുള്ള ബോധം മറന്ന് ഒരു സാധാരണ നാടൻ പെണ്ണിനെ പോലെ അവൾ നാണിച്ച് തല താഴ്ത്തി സമ്മതം എന്ന രീതിയിൽ ഒന്ന് മൂളി. അവനിൽ ഒരു കാമുകൻ ഉണരുകയായിരുന്നു അവിടെ. അവൾ ഒരു യക്ഷിയാണെന്ന ബോധം അവനിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു. അല്ല, അവനെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു യക്ഷിക്ക് വേണ്ട യാതൊരു ചേഷ്ടകളും അവളിൽ പ്രകടമായിരുന്നില്ല. അവൻ അവളെ ഒന്നുകൂടി നോക്കി. മാൻമിഴി പോലുള്ള നയനങ്ങൾ, പനങ്കുല പോലത്തെ കേശധാര, ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യം. അതെ, അന്നവൾ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലാകുന്നു അവളിലെ സൗന്ദര്യം. അവനിൽ അനുരാഗം പൂത്തു പന്തലിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് തൊട്ടുരുമിയിരുന്നു. അവളിലും അനുരാഗം വിടർന്നിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. അവൻ പതിയെ അവളെ കൈകൊണ്ട് ചേർത്തിരുത്തി. അവൾ അവനെ ഒന്ന് നോക്കി. ആ നോട്ടം വന്ന് വീണത് അവൻ്റെ കണ്ണുകളിലായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. മുഖങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു.
അവർ അതരങ്ങൾ കൈമാറി. അവർക്ക് പ്രണയിക്കാനായി പ്രകൃതി പോലും ഒരുങ്ങി. മഴ ആർത്തു പെയ്യാൻ തുടങ്ങി. കോന്തമ്പല്ല് പ്രേതപ്പല്ലായി മാറിയ നിമിഷങ്ങൾ. വഴിയെ മനസ്സിലാകുമെന്ന് അവൻ മുന്നേ പറഞ്ഞത് ഇതായിരുന്നു എന്നുള്ള ബോധം അവനിൽ മിന്നിമാഞ്ഞു. അപ്പോഴേക്കും അവൾ ശാന്ത സ്വഭാവം വെടിഞ്ഞ് രാക്ഷസിയായി മാറിയിരുന്നു. ഞൊടിയിടയിൽ അവൾ അവനെ അവളുടെ ലോകത്തേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, തെക്കേതിലെ അന്തർജനത്തിന്റെ മോനിലെ മനു, അവനെയും തൃക്കന്നൂരിലെ യക്ഷി പിടിച്ചു. ഇതുപോലുള്ള യക്ഷികഥകൾ നിങ്ങൾക്കിഷ്ടമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ. തുടർന്നും ഇതുപോലുള്ള കഥകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക് യു.